നെക്സ്റ്റ് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ബാങ്കിൻ്റെ 5 ലയബിലിറ്റി സൈഡ്, ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ 5 ഷെഡ്യൂളും അസറ്റ് സൈഡിൽ ബാക്കി 11, അതായത് ബാക്കി 6 ഷെഡ്യൂളുണ്ട്. പിന്നെ ഈ ഷെഡ്യൂൾസിൽ അസറ്റ് ലയബിലിറ്റിയിലും പെടാതെ 12ാമത്തെ ഷെഡ്യൂള് നമ്മൾ ജസ്റ്റ് ഫുട് നോട്ടായിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ പ്ലസ് 2 വരെയും പഠിക്കണതാണ്. കണ്ടിന്യൂസ് ലയബിലിറ്റി എപ്പോഴും ഫുട് നോട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കണതെന്ന്. അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂൾ എന്താണ്? ഷെഡ്യൂൾ 1 ക്യാപിറ്റൽ, ഷെഡ്യൂൾ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റ്, 4 ബോറോയിങ്സ്, 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ, അസറ്റ്സ്. ഫസ്റ്റ് വൺ ഷെഡ്യൂൾ 6 ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI, ബാലൻസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ദെൻ 8th ഇൻവെസ്റ്റ്മെൻറ്റ്, 9 അഡ്വാൻസസ്, 10 ഫിക്സഡ് അസറ്റ്, 11 അതർ അസറ്റ്, 12 കണ്ടിജൻ ലയബിലിറ്റി. പിന്നെ ഒരു ബിൽ ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞ റൈറ്റും കൂടി വരും. അതിന് ഷെഡ്യൂളില്ല. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം. ഷെഡ്യൂൾ 1 റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഷെഡ്യൂൾ 2 ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഷെഡ്യൂൾ 3 സേവിങ്സ് ബാങ്ക് കറണ്ട് അക്കൗണ്ട്. ഇത് 3 ഷെഡ്യൂൾ 3 ആണ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആ പേര് തന്നെ ഉണ്ട് അവിടെ. ഷെഡ്യൂൾ 7 ഇൻവെസ്റ്റ്മെൻറ്റ് 8. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ്, ഓപ്പണിംഗ് പ്രോഫിറ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്. സർപ്ലസ് ആണ് ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വന്നതാണ്. ഡിവിഡൻഡ് നമുക്ക് ഇവിടെ ഇപ്പോൾ എടുക്കണ്ട. ദെൻ പ്രെമിസസ് ഫിക്സഡ് അസറ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBIയിൽ വരും. ക്യാഷ് വിത്ത് RBIയും അതിനകത്ത് തന്നെ വരും. ക്യാഷ് വിത്ത് അതർ ബാങ്ക്സ് നമ്മളുടെ 7. അതർ ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആണ് 7ൽ വന്നത്. പിന്നെ ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡ്, അത് 9. അതായത് 9 എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻസസ്. ദെൻ ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്. ഇതൊക്കെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ കൊടുക്കുന്നതാണ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ബിൽസ് പേയബിൾ, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ദെൻ അൺക്ലെയിംഡ് ഡിവിഡൻഡ്, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡും അത് തന്നെ, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ദെൻ 4 ഷോർട്ട് ലോൺസ്, അത് നമ്മളുടെ ബോറോയിങ്സിൽ വരും. ദെൻ ഫർണിച്ചർ ഫിക്സഡ് അസറ്റിൽ വരും. 11 നോൺ ബാങ്കിങ് അസറ്റ് 11ൽ വരും. അതായത് അതർ അസറ്റിൽ വരുന്നതാണ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് 2ൽ വരും. ദെൻ അഡീഷണൽ ഇൻഫർമേഷനിൽ നമുക്ക് ക്ലെയിം എഗെയിൻസ്റ്റ് ദ ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്. അതായത് ഇപ്പോൾ ഡെപ്റ്റായിട്ട് അക്നോളജ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അതാകാം. അക്സെപ്റ്റൻസ് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ, ഇതൊക്കെ എന്തിൽ വന്നതാ? കണ്ടിജൻ ലയബിലിറ്റീസിൽ വന്നതാണ്. ഷെഡ്യൂൾ 12. പിന്നെ ബിൽ ഫോർ കളക്ഷൻ ഷെഡ്യൂളൊന്നുമില്ല, ജസ്റ്റ് എടുത്തെഴുതണം. നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഓരോ ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡെപ്പോസിറ്റ്, ബോറോയിങ്സ്, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഷെഡ്യൂളിൽ വരുന്ന ഐറ്റംസും പഠിച്ചിരിക്കണം. പിന്നെ ബാലൻസ് വിത്ത് ബാങ്ക് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ തരും അത്. അപ്പോൾ നമുക്കറിയാതെ 7ൽ എഴുതേണ്ടതാണ്. ദെൻ ഇത്രയാണ് നമ്മുടെ മെയിൻ ഫോർമാറ്റ്. ഇനി ഓരോ ഷെഡ്യൂളും നമ്മൾ നോക്കുകയാണ്. നമുക്ക് ആദ്യത്തെ തന്നെ നമുക്ക് ഷെയർ ക്യാപിറ്റലായിരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ, ജസ്റ്റ് ഷെയർ ക്യാപിറ്റൽ നിങ്ങൾ എടുത്ത് എഴുതിയാലും മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റലിൻ്റെ ഷെഡ്യൂളായി. ആകെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ്. കാരണം റിസർവ് ഫണ്ട് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. കൂടാതെ നമ്മളോട് പറഞ്ഞിട്ട് നമുക്കറിയാം 25% അതാത് വർഷത്തെ പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റണമെന്ന്. അപ്പം നമുക്ക് 2 പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1/4/2017 ഓപ്പണിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഈ വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 25%. അപ്പോൾ നമ്മൾ 1550ൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ഈ 1550ൽ നിന്ന് ഈ 1550ൽ നിന്ന് ആ കിട്ടുന്ന തുക, അത് 387.5 ആണ്. ആ കിട്ടുന്ന തുക കുറച്ചിട്ട് ബാക്കി എത്രയാണോ ആ തുക വേണം പി ആൻഡ് എൽ എന്ന് പറഞ്ഞ് കാണിക്കുക. ഇത് രണ്ടും എവിടെ തന്നെ വരും? റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരും. പക്ഷേ ഈ 1550 എന്നുള്ള ഫിഗർ ഫുള്ളായിട്ടല്ല നമ്മൾ കാണിക്കുക. അതിൽ നിന്ന് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മാറ്റിയിട്ട് അത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്നുള്ള പേരിലും ബാക്കിയുള്ളത് പി ആൻഡ് എൽ എന്ന പേരിലുമാണ് കാണിക്കുക. ദെൻ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് അത് കാണിച്ചു.
പിന്നെ ഡിവിഡൻഡ് പെയ്ഡ് 2016-17 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ആയിരിക്കും ഈ വർഷം കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് ആ ഡിവിഡൻഡ് കുറച്ച് ബാക്കിയുള്ള തുക വേണം കാണിക്കാൻ. ഇനി ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 1550 ഉണ്ട്, എന്നിട്ട് അതും കൂടി കൂട്ടി 2500 കാണിച്ചിട്ട് അതിൽ നിന്ന് എന്ത് കുറച്ചിട്ടുണ്ട് നമ്മളിവിടെ. കാരണം മൊത്തം പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഒക്കെ പ്രോഫിറ്റ് കൂട്ടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിവിഡൻഡും കൊടുത്തിട്ട് അതിന് ശേഷമുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു 1550 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് നമ്മൾ ഈ ഷെഡ്യൂളിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 387 കുറയ്ക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് നമ്മുടെ ഇത്. എന്നിട്ട് ഇതും കൂടി മറ്റുള്ളതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് വേണം 8700 നമ്മൾ എന്തായിട്ട് കാണിക്കാൻ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ട് കാണിക്കാൻ. അപ്പോൾ ഒന്നുകൂടി പറയാം, റിസർവ്സ് ആൻഡ് സർപ്ലസ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തെ പ്രോഫിറ്റും തന്നിട്ടുണ്ടാവും, ഡിവിഡൻഡ് പെയ്ഡ് തന്നിട്ടുണ്ടാവും, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ജനറൽ റിസർവ് വന്നിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യാം. ഒന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്താൽ മതി. നിങ്ങൾ ജനറൽ റിസർവ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, അതേപോലെ തന്നെ ഇപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള റിസർവ്, പിന്നെ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ആ റിസർവ് എല്ലാനും കിട്ടുന്നതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അവസാനം ഡിവിഡൻഡ് പെയ്ഡും ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചേക്കണം. കാരണം ഓൾറെഡി അത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞ ഈ ഷെഡ്യൂളിൽ തന്നെ റിസർവിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ളത് മാത്രമേ നമുക്ക് P&L എന്ന് പറഞ്ഞ് കാണിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ ടോട്ടലിൽ നിന്ന് ആ റിസർവ് മാറ്റി വെച്ചത് നമ്മളിവിടെ എന്ത് ചെയ്യുക, ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്കിവിടെ കാണിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമുക്ക് 3 എണ്ണം ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ 3 ഡെപ്പോസിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് ആ എമൗണ്ട് എഴുതാം. ദെൻ ഷോർട്ട് ലോൺസ് ബോറോയിങ്സിൽ, അപ്പോൾ അതാകെ ഒരു ഐറ്റം ഉള്ളൂ. ദെൻ അതർ ലയബിലിറ്റീസിലാണ് ബിൽസ് പേയബിൾ, അൺക്ലെയിംഡ് ഡിവിഡൻഡ്, അതേപോലെ തന്നെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. അത് ടോട്ടൽ ഇതൊക്കെ ക്വസ്റ്റ്യനിലുണ്ട്, ജസ്റ്റ് ടോട്ടൽ ചെയ്തെടുത്ത് എഴുതിയാൽ മതി. മിക്കവാറും ഫോർമാറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. ഫോർമാറ്റ് അല്ലെങ്കിലും ഇത്രയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പൊതുവേ വരുള്ളൂ, അധികം ഐറ്റമൊന്നും ഉണ്ടാവില്ല. ദെൻ ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് വിത്ത് RBI അത് ടോട്ടൽ ചെയ്തു നമ്മൾ. എന്നിട്ട് ആ ടോട്ടൽ എടുത്ത് എഴുതി. ദെൻ ക്യാഷ് വിത്ത് അതർ ബാങ്ക്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, ഇതൊക്കെ ഈ പേരിൽ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നമ്മൾ അതും ആഡ് ചെയ്തു, ആ ടോട്ടൽ എഴുതി. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ആ ഒരു ഐറ്റം ഉള്ളൂ. അടുത്തത് ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, അതേപോലെ ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡ് അത് നമ്മൾ ടോട്ടൽ ചെയ്ത് എഴുതി. ഫിക്സഡ് അസറ്റ് അത് ടോട്ടൽ ചെയ്ത് എഴുതി. നോൺ ബാങ്കിങ് അസറ്റ്, അതായത് അതർ അസറ്റിൽ വരും നോൺ ബാങ്കിങ് അസറ്റ്, അതും എഴുതി. പിന്നെ നമുക്ക് 2 കണ്ടിജന്റ് ലയബിലിറ്റീസ് വന്നിട്ടുണ്ട്. എന്താണ്, അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലെയിം എഗെയിൻസ്റ്റ് ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റും അക്സെപ്റ്റൻസ് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് കണ്ടിജന്റ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ എഴുതി. ഇനി നോക്കിയേ, ആ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ എടുത്ത് ഇവിടെ എഴുതി, റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ടോട്ടൽ എടുത്ത് ഇവിടെ എഴുതി. ദെൻ ഡെപ്പോസിറ്റിൻ്റെ ടോട്ടൽ എഴുതി, ബോറോയിങ്സിൻ്റെ നമ്മൾ ആ ഷെഡ്യൂളിൽ വരച്ച ടോട്ടലുകളെല്ലാം ഇവിടെ എഴുതി. അപ്പോൾ ലയബിലിറ്റിയുടെ ടോട്ടൽ കിട്ടി, അതേപോലെ തന്നെ അസറ്റിൻ്റെ ടോട്ടലും കിട്ടി. എന്നിട്ട് കണ്ടിജന്റ് ലയബിലിറ്റീസ് ജസ്റ്റ് ആ ടോട്ടൽ എടുത്ത് എഴുതി. പിന്നെ ബിൽ ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് 13,000, അത് അങ്ങനെ തന്നെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിൽ ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഷെഡ്യൂളില്ല, അതും എടുത്ത് എഴുതി ക്ലോസ് ചെയ്യുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഞാൻ ഒന്നും കൂടി പറയാം. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ റിസർവ് ഫണ്ട് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഈ വർഷത്തെ 1550 പ്രോഫിറ്റിൽ നിന്ന് 25% കണ്ടുപിടിച്ചതും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് 6587 കിട്ടി. ഇനി 2 പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തെ പ്രോഫിറ്റും. അപ്പോൾ റിസർവിൻ്റെ ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് 1350 ഉണ്ട്, ആ വർഷത്തെ ഡിവിഡൻഡ് കൊടുത്തത് കുറച്ച് ബാക്കി, ആ വർഷത്തെ പ്രോഫിറ്റ് 950 ഉള്ളൂ. ദെൻ ഈ വർഷത്തെ പ്രോഫിറ്റ് 1550 ഉണ്ട്, അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ 2500 കിട്ടി. പക്ഷേ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ 387 മാറ്റി വെച്ചിട്ടുണ്ട്, അത് സ്റ്റാറ്റ്യൂട്ടറി റിസർവിൻ്റെ അപ്പോൾ ഓൾറെഡി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ അത് വരാൻ പാടില്ലല്ലോ, കാരണം ഇവിടെ 1550 തന്നെയാണ് നമ്മൾ കൂട്ടിയേക്കണേ. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1550 നിന്ന് 387 കുറച്ചിട്ടുള്ള തുക ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ 1550 തന്നെ കൂട്ടിയിട്ട് ആ 387 ഇവിടെ നിന്ന് കുറച്ച് കാണിച്ചേക്കാണ്, 2112. എന്നിട്ട് നമ്മുടെ മറ്റേ ഫിഗറും ഇതും കൂടി ആഡ് ചെയ്ത് 8700 കിട്ടും. ഓക്കെ, താങ്ക് യു.